കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡന്റ് ആയി ഐസി കിടന്ന് ഓർമ്മയുണ്ടാ? അമ്മയ്ക്ക് ഡോസ് കൂടിയ മരുന്നാണ് കൊടുത്തിങ്ങനെ കൃത്യസമയത്ത് ഫുഡ് മേടിച്ചു കൊടുക്കണം. ചേട്ടന്മാരൊന്നും ഇവിടെ നമ്മളിവിടെ പൊതിച്ചോറ് കൊടുക്കാൻ വന്നത്. ഞങ്ങൾ വന്നപ്പോഴാണ് അറിഞ്ഞത് മോളും അമ്മ ഇവിടെ ഹോസ്പിറ്റലാണ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ ഇപ്പൊ ഐസിയില്ല. ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൂടെ ഇവിടെ കിടക്കണം. മോളൊന്നും കഴിച്ചു കാണൂലെന്ന് ഞങ്ങൾക്കറിയാം. ഇത് അമ്മയ്ക്കും കൂടെ കൊടുക്കണം കേട്ടോ. എന്തായാലും ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ ഇവിടെ എത്തിക്കാം. അന്ന് ഈ പൊതിച്ചോറ് വാങ്ങാൻ വന്ന ചേട്ടന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി, ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങിയിട്ട് വേറൊരാളുടെ വിശപ്പിലേക്കാണ് അതെത്തുന്നത്. പിന്നെ ഞങ്ങളൊരു പൊതിച്ചോറ് വാങ്ങുമ്പം ആളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവളുടെ തൊലിയുടെ നിറമോ ഞങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. കാരണം എന്താണോ, വിശപ്പിന് മതമില്ല, കണ്ണീരിന് രാഷ്ട്രീയമില്ല.